ഹനാൻ ഷാ നല്ലൊരു പ്രതിഭയാണ്. ഇല്ലായ്മയിൽ നിന്ന് സ്വന്തം കഠിനാധ്വാനം കൊണ്ട് വളർന്നു വന്നവൻ. ഒരു കാര്യത്തിൽ എനിക്ക് അയാളെ ഏറെ ഇഷ്ടമാണ്. ഏതായിരിക്കും അത് എന്നല്ലേ നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത്? മാതാപിതാക്കളെയും സഹോദരങ്ങളെയും അവഗണിക്കുന്ന പുതിയ തലമുറയ്ക്ക് മുമ്പിൽ കുടുംബത്തെ സുഖദുഃഖങ്ങൾ ചേർത്ത് പിടിക്കുകയും തൻ്റെ ഉയർച്ചയിൽ തന്നോടൊപ്പം അവരെയും ഉയരണമെന്ന് ആഗ്രഹിക്കുന്ന നല്ലൊരു കുടുംബ സ്നേഹിയാണ് അദ്ദേഹം. പിന്നെ മനുഷ്യന്മാരല്ലേ, ചെറിയ കുറവുകളൊക്കെ ഉണ്ടാകും. അത് സ്നേഹത്തോടു കൂടി പറഞ്ഞു കൊടുത്താൽ ഹനാൻ ഷാ അല്ല ആരാണെങ്കിലും കേൾക്കും. നമ്മൾ ഈ ചെറിയ ചെറിയ കുറവുകളെ ഊതിപ്പെരിപ്പിച്ച് വലുതാക്കി പൊതുസമൂഹത്തിന്റെ മുമ്പിൽ മറ്റുള്ളവരെ ആക്ഷേപിക്കുന്നുണ്ട്. നന്നാകാൻ മനസ്സ് വെച്ചവർ പോലും പിന്നെ ഒരിക്കലും നന്നാവൂല എന്ന കോലത്തിലേക്ക് മാറുന്നത് പുതിയ തലമുറയെ സ്നേഹത്തോടുകൂടി ചേർത്ത് പിടിച്ച് പറയലല്ലാതെ അവരെ നന്നാക്കാമെന്ന് ഒരാളും വ്യാമോഹിക്കണ്ട. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായിയാണ് നിങ്ങളെങ്കിൽ ഒരാളുടെ 1000 തെറ്റിലേക്കല്ല നിങ്ങൾ നോക്കേണ്ടത്. ആ മനുഷ്യന് ഏതെങ്കിലും ഒരു നന്മയുണ്ടോ അതിലേക്ക് നോക്കാൻ പഠിക്കൂ. ആ നന്മയിലൂടെ ആ മനുഷ്യന്റെ ജീവിതം തന്നെ നന്മയാർന്ന ജീവിതമായി മാറും. എന്നാലേ നമുക്കൊരാളെ മാറ്റാൻ പറ്റൂ. മാതാപിതാക്കൾ മക്കളെക്കുറിച്ചും ഭാര്യ ഭർത്താക്കന്മാർ ഇണകളെക്കുറിച്ചും ഇങ്ങനെ തന്നെ ആയിരിക്കണം ചിന്തിക്കേണ്ടത്. ഇനി ഹനാൻ ഷാ പറഞ്ഞ കാര്യം, നമ്മുടെ ജീവിതം നമ്മുടെ ഇഷ്ടത്തിന് ജീവിക്കണം. അവിടെ എന്താണ് അദ്ദേഹം ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. എനിക്ക് പറയാനുള്ളത് ഞാൻ പറയാം. നമ്മുടെ ഇഷ്ടത്തിനല്ല നമ്മൾ ജീവിക്കേണ്ടത്, നമ്മളെ പടച്ച അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിനാണ്. ഈ പ്രപഞ്ചത്തിലേക്ക് നമ്മൾ തിരഞ്ഞെടുത്തതും ഏത് മാതാവിൻ്റെ പിതാവിൻ്റെ മകനായി ജനിക്കണമെന്ന് തീരുമാനിച്ചതും നമ്മുടെ ഇഷ്ടമാണോ? അല്ല, അള്ളാഹുവിൻ്റെ ഔദാര്യം മാത്രമാണ്. അപ്പോൾ ജീവിതകാലവും അള്ളാഹുവിന് വേണ്ടിയുള്ള അവൻ്റെ ഇഷ്ടത്തിന് വേണ്ടിയാകണം നമ്മുടെ ജീവിതവും എന്ന് കരുതി മുസ്ലിങ്ങൾക്ക് അള്ളാഹു എല്ലാം അങ്ങ് വിലക്കിയെന്നല്ല ഇതിൻ്റെ ഉദ്ദേശം. കള്ളെന്ന ഒന്നിനെ അള്ളാഹു തആല ഹറാമാക്കിയപ്പോൾ 1000 പാനീയങ്ങൾ കുടിക്കാൻ അള്ളാഹു തആല ഹലാലാക്കിയില്ലേ? വ്യഭിചരിക്കണ്ട എന്ന് അള്ളാഹു തആല പറഞ്ഞെങ്കിൽ സ്വാലിഹത്തായ ഒരു ഇണയെ നിനക്ക് അള്ളാഹു തആല ഹലാലാക്കി പകരം തന്നില്ലേ? ഈ ലോകത്ത് നമ്മൾ മോശമായി കണ്ടതിനെ മാത്രമേ അള്ളാഹു വേണ്ടാന്ന് പറഞ്ഞിട്ടുള്ളൂ. ഈ ലോകത്ത് എല്ലാവരും നന്മയായി കണ്ടതിനെല്ലാം അള്ളാഹു അനുവദിച്ചിട്ടുമുണ്ട്. എല്ലാ മാതാപിതാക്കളും സ്വന്തം മക്കളുടെ നന്മയല്ലേ ആഗ്രഹിച്ചിട്ടുള്ളൂ. അള്ളാഹും നമ്മുടെ നന്മ മാത്രമേ ആഗ്രഹിക്കുകയുമുള്ളൂ.